ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീട്ടിലെപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 15 ബദാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്യൂ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ ചേർത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഗോതമ്പ് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വലിയ പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി അതിലേക്ക് 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1/2 കപ്പ് പൊടി എടുക്കുമ്പോൾ അതിൻ്റെ പകുതി 1/4 കപ്പ് ചോറ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്കൊരു ഫ്ലേവറിനായിട്ട് ഒരു 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കറക്കിയെടുക്കണം. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സിലേക്ക് തന്നെ ഈ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇനി ആദ്യം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ ചോറിൻ്റെയും തേങ്ങയുടെയും ശർക്കരയുടെയൊക്കെ നനവ് കൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാം ഞാനിവിടെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാനും പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.